പ്രിയപ്പെട്ട കുട്ടികൾ, നമ്മുടെ ഐ ടി പ്രാക്ടിക്കലിൻ്റെ ഗ്രൂപ്പ് 2-ലെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ മെയിൽ മെർജ് ആ ഒരു ചോദ്യം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. മെയിൽ മെർജിൻ്റെ രണ്ടാമത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. പ്രിപ്പയർ ആൻ ഇൻവിറ്റേഷൻ ലെറ്റർ ടു ഇൻവൈറ്റ് പാരൻസ് ഫോർ എ സൈബർ സെക്യൂരിറ്റി അവയർനെസ് ക്ലാസ് ഓർഗനൈസ്ഡ് ബൈ ദ സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബ് യൂസിങ് മെയിൽ മെർജ് ടെക്നിക് ഇൻ പേപ്പർ ഓഫീസ് റൈറ്റർ. നമുക്കൊരു ഇൻവിറ്റേഷൻ ലെറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഇൻവൈറ്റ് ചെയ്യണം. പാരൻസിൻ്റെ പേര് വെച്ചിട്ട് നമുക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ മാറ്റണം. ഡീറ്റെയിൽസ് ഓഫ് ദ പാരൻസ് ആർ ഗിവൺ ഇൻ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോളോയിങ് ഓൺ വിത്ത് ദ പാരൻസ് ഡീറ്റെയിൽസ് .ods ഉണ്ട്. സാമ്പിൾ ഇൻവിറ്റേഷൻ ലെറ്റർ, നോട്ടീസ്, OTT. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. മെയിൽ മെർജ് ചെയ്യുമ്പോൾ 2 ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട്. ഒരു OTTയും ഒരു ODSും എന്ന കാര്യം മനസ്സിലാക്കുക. ഒരു ടെക്സ്റ്റ് ഡോക്യുമെൻറ്റും ഒരു ഡാറ്റാബേസ് ഡോക്യുമെൻറ്റും. അതിൽ നമ്മൾ അതാണ് ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്, അതായത് OTT, അതാണ് നമ്മൾ ആദ്യം തുറക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ഡാറ്റാബേസ് ഫയൽ നമ്മൾ അതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം OTT തുറക്കാം. notice.ott. അപ്പോൾ പ്ലേസസിൽ ഹോം, എക്സാം ഡോക്യുമെൻറ്റ്സ്, notice.ott തുറക്കുന്നു. അപ്പോൾ സൈബർ സേഫ്റ്റി ആൻഡ് അവയർനെസ് പ്രോഗ്രാമിൻ്റെ ഒരു നോട്ടീസാണ്. അതിൽ നമുക്കിപ്പം മെയിൽ മെർജ് ചെയ്യാനുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നെയിം ഓഫ് പാരൻ്റ് ഉണ്ട്, സ്റ്റുഡൻസ് നെയിം ഉണ്ട്, അഡ്രസ്സ് ഉണ്ട്, പിൻ ഉണ്ട്. 4 ഫീൽഡ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ട്. ഓക്കെ, എങ്ങനെയാണ് മെയിൽ മെർജിൻ്റെ നമുക്കറിയാം. ഇൻസേർട്ടിൽ പോയിട്ട് മോർ ഫീൽഡ്സിലാണ് മെയിൽ മെർജിൻ്റെ കിടക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ടൂൾ ഉള്ളത്. അപ്പോൾ ഇൻസേർട്ടിൽ മോർ ഫീൽഡ് എടുക്കുന്നു. അപ്പോൾ വരുന്ന വിൻഡോയിൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ കഴിഞ്ഞ ചോദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നിൽക്കേണ്ടത് ഡാറ്റാബേസ് ടാബിലാണ് നിൽക്കേണ്ടത്. ഡാറ്റാബേസ് ടാബിൽ മെയിൽ മെർജ് ഫീൽഡ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. ഡിഫോൾട്ടായിട്ട് അവിടെ വരും മിക്കവാറും. ഇനി അഥവാ മാറിക്കിടക്കുകയാണെങ്കിൽ നമ്മളത് ചെയ്യണം. ഡാറ്റാബേസിൽ മെയിൽ മെർജ് ഫീൽഡ്സിലാണ് നിൽക്കേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സൈബർ സേഫ്റ്റി ഈ നോട്ടീസിലേക്ക് കൊണ്ടുവരേണ്ട പാരൻസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ പാരൻസ് ഡീറ്റെയിൽസ് ODS എന്ന് പറയുന്ന ഫയലിലാണ്. അപ്പോൾ പാരൻസ് ഡീറ്റെയിൽസ് ODS ഫയൽ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആഡ് ഡാറ്റാബേസ് ഫയലിൻ്റെ തൊട്ട് വലതുവശത്ത് കിടക്കുന്ന ബ്രൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബ്രൗസ് ചെയ്തിട്ട് നമ്മൾ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിലെ പാരൻസ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. പാരൻസ് ഡീറ്റെയിൽസ് ODS ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഓപ്പൺ പറയുന്നു, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ പാരൻസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ വരണം. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എക്സ്പാൻഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഷീറ്റ് വന്നു. അതിൻ്റെ എക്സ്പാൻഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കിട്ടി നെയിം ഓഫ് പാരൻ്റ്, സ്റ്റുഡൻസ് നെയിം, അഡ്രസ്സ്, പിന്ന്, പ്ലേസ്, അങ്ങനെ 5 ഫീൽഡുകൾ ഇവിടെ ഉണ്ട്. അതിൽ ഏതൊക്കെ ഫീൽഡാണ് കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യണം. അതിന് നമ്മൾ 2 വിദ്യകളുണ്ടെന്ന് പറഞ്ഞു. ഈ വിൻഡോയിൽ നിന്ന് നെയിം ഓഫ് പാരൻ്റ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. പക്ഷേ ഡ്രാഗിങ് ആയി ചെയ്യാൻ കഴിയണം. ഇനി അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നെയിം ഓഫ് പാരൻറ്റിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് നെയിം ഓഫ് പാരൻറ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെയിം ഓഫ് പാരൻറ്റ് വന്നു. അടുത്ത സ്റ്റുഡൻസ് നെയിം എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അവിടെ സ്റ്റുഡൻസ് നെയിം ഡബിൾ ക്ലിക്ക് ചെയ്യുക. അഡ്രസ്സ് എന്ന് പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. അഡ്രസ്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ നോട്ടീസിൽ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കർസർ പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു പ്ലേസ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഉണ്ട്. അത് നമുക്കിവിടെ ആവശ്യമില്ല, കാരണം അവിടെ അത് മെർജ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അത് എക്സ്ട്രാ ഫീൽഡാണ്. അത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇനിയും നമ്മൾ നോക്കേണ്ടത് നെയിം ഓഫ് പാരൻറ്റ് തന്നെയാണോ, സ്റ്റുഡൻറ്റ് നെയിം ഫീൽഡുകൾ മാറിപ്പോയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സൈബർ സേഫ്റ്റി അവയർനെസ് പ്രോഗ്രാം എന്ന് പറയുന്ന നോട്ടീസിൽ നമ്മുടെ ഈ ഫീൽഡുകളെല്ലാം നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ഫീൽഡ് ഇങ്ങനെയാണ് കാണിക്കുക. ഇത് ഈ രീതിയിലാണ് നമ്മൾ ഫീൽഡുകൾ കാണിക്കുക. ഇനി നമ്മൾ മെയിൽ മെർജിങ് എന്ന് പറയുന്ന അതാണ് നടക്കേണ്ടത്. ആ മെയിൽ മെർജിങ് നടക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, ഇത് മെയിൽ മെർജിങ്ങിൻ്റെ ഡാറ്റാബേസൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്നു, ഫീൽഡുകൾ കൊണ്ടുവന്നു. ഇനി നമ്മൾ മെയിൽ മെർജ് എന്ന് പറയുന്നത് ഇത് ചെയ്യാൻ പോവാണ്. മെയിൽ മെർജ് ചെയ്യേണ്ടത് ഫയലിൽ പോയിട്ട് പ്രിൻ്റാണ്. നോർമലി പ്രിൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻ്ററിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ഇവിടെ മെയിൽ മെർജ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് പ്രിൻ്റ് ചെയ്യുമ്പോൾ ഇതേമാതിരി ഒരു വിൻഡോ ആണ് വരിക. യുവർ ഡോക്യുമെൻറ്റ് കണ്ടെയ്ൻസ് അഡ്രസ് ഡാറ്റാബേസ് ഡു യു വാണ്ട് ടു പ്രിൻറ്റ് ആസ് എ ഫോം ലെറ്റർ എന്നാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ എസ് ആണ് കൊടുക്കേണ്ടത്. എസ് കൊടുക്കുക. അപ്പോൾ ഇതേമാതിരി വിൻഡോ വരും. ഈ വിൻഡോയിൽ നമ്മൾ ഔട്ട്പുട്ട് മാറ്റുക. ഡിഫോൾട്ടായിട്ട് അവിടെ പ്രിൻ്ററിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അത് നമ്മൾ ഫയലിലേക്ക് മാറ്റുക. ഓക്കെ പറയുക. ഇത്രയും നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ പറയുക. അപ്പോൾ അതോടുകൂടി നമ്മളോട് ചോദിക്കും, ഇത് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പേരിലാണ്, ഏത് ഡോക്യുമെൻറ്റിലാണ് സേവ് ചെയ്യേണ്ടതെന്നാണ്. അവിടെ നമ്മൾ രജിസ്റ്റർ നമ്പർ ഓർമ്മിക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക. രജിസ്റ്റർ നമ്പർ _
നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. അത് കറക്റ്റായിട്ട് നിങ്ങൾ നമ്മുടെ ഹോമിലെ നമ്മുടെ എക്സാം 10 സേവ് ചെയ്യും. അപ്പോൾ ഇതിൽ മെർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ സേവ് ചെയ്ത് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യരുത്, ഇപ്പോൾ ക്ലോസ് ചെയ്യരുത്. നമ്മളൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ക്ലോസ് ചെയ്യാം. ഇതൊന്ന് മിനിമൈസ് ചെയ്ത് വെക്കുക. നമ്മുടെ ഹോമിലെ എക്സാം 10 ഒന്ന് എടുത്ത് നോക്കുക. അതിൽ നമ്മൾ പറഞ്ഞ അതുണ്ടോ നോക്കുക. അപ്പോൾ അവിടെ നമുക്ക് നോക്കുമ്പോൾ നെയിം ഓഫ് പാരൻ്റ് അനിൽകുമാർ, സ്റ്റുഡൻറ്റ് നെയിം അനിത എല്ലാം വന്നിട്ടുണ്ട്. അടുത്ത പേജിൽ അടുത്ത കുട്ടിയുടെ അച്ഛൻ്റെ പേരും കുട്ടിയുടെ പേരും പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഡേവിഡ് വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. വിനോദ് റോയ് എല്ലാം വന്നിട്ട് എല്ലാ പാരൻസിൻ്റെയിലേക്കുള്ള അഡ്രസ്സുകളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഈ ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മെയിൻ ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, മെർജ് ചെയ്യാൻ ഉപയോഗിച്ച ഡോക്യുമെൻറ്റ്, ആ ഡോക്യുമെൻറ്റിലാണല്ലോ ഇങ്ങനെ ഫീൽഡൊക്കെ കിടക്കുന്നത്. ഇത് ക്ലോസ് ചെയ്യാം. ഇത് നിങ്ങൾ സേവ് ചെയ്യേണ്ടതില്ല. നമുക്ക് ആവശ്യം മെർജ് ചെയ്ത ഡോക്യുമെൻ്റാണ് ആവശ്യം. അതാണ് നമ്മൾ ഈ ടീച്ചറിന് കാണിച്ചു കൊടുക്കേണ്ടത്. അത് നമ്മൾ നോക്കി വെരിഫൈ ചെയ്തു എക്സാം 10 അപ്പോൾ ഇത് നമുക്ക് ഡോണ്ട് സേവ് ചെയ്ത് നമുക്ക് അതോടുകൂടി ആ മെയിൽ മെർജിൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താങ്ക് യു.